കലോത്സവങ്ങളിൽ അപ്പീലുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടിവന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോടതികളിൽ നിന്നും അനിയന്ത്രിതമായി അപ്പീലുകൾ അനുവദിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കലോത്സവത്തിന്റെ 2ാം ദിവസം പുരോഗമിക്കുമ്പോൾ 232 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പമാണ്. അപ്പീലുകളുടെ എണ്ണം കൂടുന്നതാണ് മത്സരങ്ങൾ വൈകാൻ കാരണമെന്നാണ് സംഘാടക സമിതി പറയുന്നത്. പല ഇനങ്ങൾക്കും എത്ര അപ്പീലുകൾ വന്നിട്ടുണ്ടെന്ന് പോലും സംഘാടകർക്ക് നിശ്ചയമില്ലാത്ത അവസ്ഥയുമുണ്ട്. വരും വർഷങ്ങളിൽ ഇത് ആവർത്തിക്കാതിരിക്കാനാണ് നിയമനിർമ്മാണം സർക്കാർ ആലോചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അപ്പീലുകളില്ലേ? ഹൈക്കോടതിയിൽ തന്നെ നേരത്തെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ട്. അപ്പീലുകൾ കൊടുക്കുന്നത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്തായാലും അടുത്ത വർഷം മാനുവൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ ഒരു നിയമനിർമ്മാണം നടത്തുന്ന സംബന്ധിച്ചതടക്കം ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവത്തിന്റെ 2ാം ദിവസം ഗ്ലാമർ ഇനങ്ങളാണ് വേദികളിൽ മത്സരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ നാടകവും ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ മോഹിനിയാട്ടവും ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തവും വേദികളിൽ പുരോഗമിക്കുകയാണ്. ജനപ്രിയ ഇനങ്ങളായ പൂരക്കളിയും നാടകവും മാറ്റുരയ്ക്കുന്നുണ്ട്. കലോത്സവ നഗരിയിൽ നിന്നും ടീം റിപ്പോർട്ടർ.